നമസ്കാരം. ആരായിരിക്കും അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന കാര്യത്തെക്കുറിച്ചുള്ള തർക്കം വാസ്തവത്തിൽ UDFന് വോട്ട് ചെയ്ത സകലരെയും നിരാശപ്പെടുത്തുന്നുണ്ട്. UDFന് വോട്ട് ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നറിയാൻ ഇപ്പോഴും വൈകുന്നത് ഖേദകരമാണ്. ഇത്തരമൊരു സാഹചര്യം ഇതിനു മുമ്പ് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 തവണയും പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 2006 VS അച്യുതാനന്ദാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 2001 ആന്റണിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇത്തരത്തിൽ പിറകോട്ട് പോയാൽ മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ആശയക്കുഴപ്പമുണ്ടാവുന്നത്. ഘടകകക്ഷികളും അതൃപ്തരാണ്. നോക്കൂ, 7 സീറ്റ് കിട്ടിയ കേരള കോൺഗ്രസിന്റെ മാതൃക മറക്കരുത്. PJ ജോസഫ് ആയിരുന്നു മത്സരിച്ചതെങ്കിൽ അദ്ദേഹം മന്ത്രിയാവേണ്ടതാണ്. ജോസഫിന്റെ മകൻ അബു ജോസഫ് മത്സരിച്ചപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നു. നിയമസഭാ കക്ഷി നേതാവായി ആ പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാവ് മോൻസ് ജോസഫിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ 7 MLA-മാരുള്ള കേരള കോൺഗ്രസിനെ ഒരു മന്ത്രിസ്ഥാനമാണ് കിട്ടുന്നതെങ്കിൽ അപ്പു ജോസഫ് ആയിരിക്കില്ല, പകരം മന്ത്രിയാവുന്നത് മോൻസ് ജോസഫ് ആയിരിക്കും. അത്രയും ക്ലാരിറ്റി ആ പാർട്ടിക്കുണ്ട്. മറ്റു പാർട്ടികളുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. ഷിബു ബേബി ജോൺ തന്നെയാണ് RSPയുടെ മന്ത്രി. കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ്. അവർക്ക് 5 മന്ത്രിമാർ അർഹതയുണ്ട്. ബാക്കി 4 പേരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാവും. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം വേണം അവർക്ക് അനുവദിച്ചിരിക്കുന്ന 10 മന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ. നോക്കൂ, മന്ത്രിയാവാനുള്ള മോഹത്തോടെ ആളുകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. വയനാട്ടിൽ നിന്നും IC ബാലകൃഷ്ണൻ തനിക്ക് മന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ടെന്ന് പറഞ്ഞു. IC ബാലകൃഷ്ണന്റെ യോഗ്യത പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ മന്ത്രിയാവാൻ കുറഞ്ഞത് ഒരു 20-25 പേരുണ്ടാവും. സീനിയോറിറ്റിയും രാഷ്ട്രീയ പരിചയവും ജനപ്രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോഴും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല ആരാണ് മുഖ്യമന്ത്രി എന്ന്. ദയവായി ഇതിങ്ങനെ വലിച്ചു നീട്ടരുത്. മിക്കവാറും നാളെ തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരുമെന്നും യോഗം നേതാവിനെ തെരഞ്ഞെടുക്കുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെയും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുക KC വേണുഗോപാലായിരിക്കും. 63 MLA-മാരിൽ 52 പേരുടെ പിന്തുണയും KC വേണുഗോപാലിനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു, വേണുഗോപാൽ എന്തുകൊണ്ട് മത്സരിക്കാതെ മാറി നിന്നു? മുഖ്യമന്ത്രിയാവാൻ മോഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് K സുധാകരനെ മാറ്റി നിർത്തിയത് എന്തിനാണ്? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. മാത്രമല്ല, KC വേണുഗോപാൽ മത്സരിച്ച് ജയിച്ചാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും എന്നതും വിഷയമായി മാറുന്നു. അപ്പോഴും മറുഭാഗത്ത് ഒരു ചോദ്യം പ്രസക്തമാവുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരല്ലേ അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ KC വേണുഗോപാലിനെ അവർ തെരഞ്ഞെടുത്താൽ എന്താണ് കുറ്റം എന്ന ചോദ്യം, അതല്ലേ ജനാധിപത്യം, അതല്ലേ കീഴ്വഴക്കം എന്ന ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ വേണുഗോപാലിന്റെ സാധ്യത ഉയർന്നു നിൽക്കുന്നു. MLA-മാരുടെ പിന്തുണയാണ് പ്രഥമമായി പരിഗണിക്കുന്നതെങ്കിൽ തീർച്ചയായും ഹൈക്കമാൻഡിനെ വേണുവിനെ പരിഗണിക്കേണ്ടി വരും. മാത്രമല്ല, വടക്കേ ഇന്ത്യക്കാരനായ ഒരാൾ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായി വരണം എന്ന ആഗ്രഹം ദേശീയ നേതാക്കൾക്കെല്ലാം ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും UDFനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരിൽ മഹാഭൂരിപക്ഷവും VD സതീശനാണ് നേതാവെന്ന് കരുതുന്നു. VD സതീശനാണ് മുൻപിൽ നിന്നുകൊണ്ട് പട നയിച്ചത്. VD സതീശനാണ് സ്വാഭാവികമായ നേതാവ്. വലിയ വികാരമായി അത് കത്തിപ്പടരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ VD സതീശന് വേണ്ടിയുള്ള ശബ്ദം ഉയർന്നു കേൾക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ അടിസ്ഥാനപരമായി സതീശനാണ് മുൻപിൽ നിന്നത്, സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണം എന്ന് പറയുന്നു. അവർ അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മുമ്പിൽ നിന്ന് നയിച്ചു എന്നത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് പ്രവർത്തകരോട് കാട്ടിയ ക്രൂരതകൾക്കൊക്കെ മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് സതീശന്റെ ദൃഢനിശ്ചയമുള്ള വാക്കുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടും എന്ന് തറപ്പിച്ച് പറയുകയും ഇല്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിയ നിലപാട്. ഇതൊക്കെ കൊണ്ട് തന്നെ VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് ഭൂരിപക്ഷം പ്രവർത്തകരും കരുതുന്നത്. വല്ലാത്തൊരു വികാരമായി അത് പടരുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഇതിന്റെ ഭാഗമായി വൈറലാകുന്നുണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ പ്രസംഗിച്ചുകൊണ്ട് തന്റെ സ്വപ്നത്തിലെ കേരളത്തെക്കുറിച്ച് ഓരോ മേഖലയെക്കുറിച്ചും എണ്ണി സതീശൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഞാനെന്ന് എൻ്റെ വ്യാഖ്യാനത്തോടു കൂടി കൊടുത്തിരുന്നു. അതാണിപ്പോൾ വൈറലായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രസംഗം കാണുന്നതും അത് പങ്കുവയ്ക്കുന്നതും. എന്നാൽ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വിഘാതമാകുന്നത് 3 വിഷയങ്ങളാണ്. ഒന്നാമത്തേത് MLA-മാരുടെ പിന്തുണയില്ല എന്നതാണ്. 3 നേതാക്കളിൽ MLA-മാരുടെ പിന്തുണയിൽ ഏറ്റവും കുറഞ്ഞ പിന്തുണ VD സതീശനാണ്.
രണ്ടാമത്തേത് വി ഡി സതീശന് പാർട്ടിയിലെ സീനിയോറിറ്റി ഇല്ല. ഉന്നതമായ ഒരു പദവിയും വഹിച്ചിട്ടില്ല, DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ല. മറ്റ് രണ്ട് നേതാക്കളും അങ്ങനെയല്ല, എല്ലാ ഘടകങ്ങളിലൂടെയും കടന്നുപോയി ഉന്നത പദവി വഹിച്ചവരാണ്. മൂന്നാമത്തേത് ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണും സതീശനെ നിയന്ത്രിക്കുന്നു എന്ന ആരോപണമാണ്. ഇതിനൊപ്പം അനുകൂലവും പ്രതികൂലവുമായ ഒരു വാദം കൂടിയുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അത് നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിനെ ഈ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്തത് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വി ഡി സതീശൻ ജനപിന്തുണയിൽ മുമ്പിൽ നിൽക്കുന്നു, MLA-മാരുടെ പിന്തുണയിൽ പിമ്പിലും നിൽക്കുന്നു. ഈ രണ്ടുപേരും പ്രധാന ചർച്ചാ വിഷയമായി മാറുമ്പോൾ മൂന്നാമനും തികച്ചും പ്രസക്തനായി വരുന്നു രമേശ് ചെന്നിത്തല. ഈ മൂന്ന് നേതാക്കളിൽ ഏറ്റവും അധികം പാർട്ടിയിൽ സീനിയോറിറ്റി ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നത് പ്രസക്തമായ വിഷയമായി മാറുന്നു. KC വേണുഗോപാൽ AICC അംഗമാകുന്നതിന് മുൻപ് കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തപ്പെട്ടിരിക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, നിരവധി തവണ MLA-യും MP-യും ആയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് NSUവിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർട്ടിയിലെ സീനിയർ രമേശ് ചെന്നിത്തലയാണെന്നും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 2016 മുതൽ 21 വരെ പ്രതിപക്ഷ നേതാവായി ഇരുന്ന് നന്നായി പ്രവർത്തിച്ചിട്ടും തോൽവി ഉണ്ടായപ്പോൾ സ്ഥാനമൊഴിഞ്ഞു കൊടുത്തു എന്നുമൊക്കെയുള്ളത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. വി ഡി സതീശനും KC വേണുഗോപാലും രണ്ടു വശത്തായി നിൽക്കുമ്പോൾ പകരക്കാരനെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഉയർത്തിക്കാട്ടിയേക്കും എന്ന സൂചനയുണ്ട്. ഇനി അഥവാ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും ആഭ്യന്തരമന്ത്രിയായി വരുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നാണ് പറച്ചിൽ. എന്തായാലും മൂന്ന് പേരും തുല്യ പരിഗണനയോടെ, തുല്യ പ്രാധാന്യത്തോടെ മുമ്പോട്ട് പോവുകയാണ്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്നാൽ പൊതുവെ KC വേണുഗോപാലാണ്. എന്നാൽ ഇവിടെ വേണു ഒരു കക്ഷിയായതുകൊണ്ട് തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാവും. രാഹുൽ ഗാന്ധി എന്തായിരിക്കും പരിഗണിക്കാൻ പോകുന്നത്? തീർച്ചയായും ജനാധിപത്യം തന്നെയാണ്. രണ്ട് ജനാധിപത്യ ഘടകങ്ങളുണ്ട്: ജനപിന്തുണ, പൊതുസമൂഹത്തിന്റെ പിന്തുണ. അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ, MLA-മാരുടെ പിന്തുണ, അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ, പാർട്ടിയുടെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും, അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല. ഈ മൂന്ന് പേരിൽ ആരായിരിക്കണം എന്ന അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്. KC വേണുഗോപാൽ AICC ഓഫീസിൽ നിന്ന് പോകണം എന്ന് വടക്കേ ഇന്ത്യൻ നേതാക്കൾ ആഗ്രഹിക്കുന്നതിനെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നെങ്കിൽ നറുക്കു വീഴുക KCക്കായിരിക്കും. അതല്ല, KC തന്നോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നാണ് രാഹുൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നറുക്ക് KCയിലേക്ക് എത്തില്ല. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ജനങ്ങൾ. ആരാണെങ്കിലും തീരുമാനമെടുക്കൂ. അതിനുശേഷം മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ. ഈ ഗുസ്തിയും അലമ്പും എത്ര കാലം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകും എന്നാണ് സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത്. മറുനാടൻ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. പിണറായിയുടെ ഭരണം അവസാനിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ വാശി. അത് അവസാനിച്ചു. UDF-ന് ജനം പിന്തുണ കൊടുത്തു. കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. ആരെ മുഖ്യമന്ത്രിയാക്കിയാലും അവർ മര്യാദയ്ക്ക് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭരിച്ചാൽ അവരെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ അവരെ എതിർക്കും.